കഴിഞ്ഞ 16-ന് കാണാതായ അർജുനു വേണ്ടി 3 ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു അല്പമെങ്കിലും ആത്മാർത്ഥമായ രീതിയിൽ കർണാടക സർക്കാർ തിരച്ചിൽ ആരംഭിക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടിയത്. കർണാടകയിലെ അധികൃതർക്കെതിരെ അവിടുത്തെ ആളുകൾ തന്നെ വിമർശനം രേഖപ്പെടുത്തിയതോടെ ഈ ആരോപണം ശക്തമാവുകയും ചെയ്തു. കർണാടകയുടെ തിരച്ചിൽ കാര്യക്ഷമമല്ല എന്ന വാർത്ത വന്നതോടെയാണ് മുക്കം കൂട്ടായ്മ ഉൾപ്പെടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ശിരൂരിലേക്ക് തിരിച്ചത്. അതേസമയം തിരച്ചിൽ മന്ദഗതിയിലായിരുന്നുവെങ്കിലും പുഴയുടെ തീരത്തോട് ചേർന്ന് തന്നെയായിരുന്നു കർണാടക തിരച്ചിൽ നടത്തിയിരുന്നത്. ചൊവ്വാഴ്ച തന്നെ 4 മൃതദേഹങ്ങൾ കർണാടക കണ്ടെടുത്തിരുന്നു. എന്നാൽ കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകർ എത്തിയതോടെ കരഭാഗത്ത് കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്താൻ നിർബന്ധിതരാവുകയായിരുന്നു. വാഹന ഉടമയും കേരളത്തിൽ നിന്ന് ചെന്നവരും ചേർന്ന് കർണാടക സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി കരഭാഗത്ത് തിരച്ചിൽ നടത്തി ദിവസങ്ങളോളം കളഞ്ഞുവെന്നാണ് കർണാടകയിൽ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണമുയരുന്നത്. ഈ ആരോപണത്തെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം മലയാളികളും രംഗത്തെത്തിയതോടെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾക്ക് വഴിതെളിച്ചത്.